1991 കോലീബിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചതാണ്. അപ്പോൾ ഇത് BJP-യുമായിട്ടുള്ള ഒരു അലയൻസ് എന്ന നിലയ്ക്ക് പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നു എന്ന് ഇതേ KG മാരാരുടെ പുസ്തകത്തിലാണ് എഴുതി വച്ചിരിക്കുന്നത്. ലീഗ് അടക്കം, കെ കരുണാകരൻ അടക്കം, ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ആ ചർച്ചയുടെ ഭാഗമായി എന്നുള്ളത് ഇതേ KG മാരാറാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് കോൺഗ്രസ്സുകാർക്ക് ഈ ബന്ധത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ലേ? ഇപ്പോൾ പറയുന്നുണ്ടല്ലോ നിയമസഭയിലേക്ക് ഒരു കോൺഗ്രസ് നേതാവും RSSന്റെ പിന്തുണ നേടി എത്തിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നില്ലേ? അപ്പോൾ എങ്ങനെയാണ് കോലീബി സഖ്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത്? ശരിയാണ്, എത്തിയിട്ടില്ല. അത് ജനം പരാജയപ്പെടുത്തിയ ഒരു അവിശുദ്ധ സഖ്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് അത് സംഭവിച്ചിട്ടില്ല. അന്ന് ജയിച്ചു വന്നതൊക്കെ ഇടതുപക്ഷം നിർത്തിയവരും TKMC അടക്കമുള്ളവരും ഒക്കെയാണ്. അതിൽ ചതിയും വഞ്ചനയും ഉണ്ടായി എന്നുള്ളതായിരുന്നു പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന BJP-യുടെ വാദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള അവിശുദ്ധ സഖ്യങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബാലശങ്കർ, ഈ ഓർഗനൈസറിന്റെ മുൻ എഡിറ്റർ ബാലശങ്കറിന്റെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായി, ഇവിടെ സഖ്യമുണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ രാഷ്ട്രീയത്തെ ഒരാൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഒന്നുകിൽ പബ്ലിക്കായി അതിനെതിരെയുള്ള സംവാദങ്ങൾ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ നിയമപരമായി അതിനെ നേരിടുക. ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഇനി ശരി ഇതൊക്കെ അബദ്ധവാദങ്ങളാണ് എങ്കിൽ അതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.